ഹോൺബിൽ കൂടുതൽ കാണുന്നത് സൈലന്റ് വാലി, സോറി മറ്റേ നെല്ലിയാമ്പതി. ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ല, നമ്മുടെ ഇത് റൈഡ് ഡ്യൂസിഡസ് ഫോറസ്റ്റ്, മോസ്റ്റ് ഡ്യൂസിഡസ് ഫോറസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് റൈഡ് ഡ്യൂസിഡസ്. ഈ ഫോറസ്റ്റിനകത്ത് എത്ര തരം ഫോറസ്റ്റ് ഞാൻ പറഞ്ഞത്. റൈഡ് ഡ്യൂസിഡസ് ഫോറസ്റ്റ് ഉണ്ട്, ഗ്രാസ് ലാൻഡ് ഫോറസ്റ്റ് ഉണ്ട്, മൗണ്ടൻ ഗ്രാസ് ലാൻഡ് ഫോറസ്റ്റ് ഉണ്ട്, എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ബാംബു ഫോറസ്റ്റ്. ഇങ്ങനെ 5 തരം ഫോറസ്റ്റാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഫോറസ്റ്റിനകത്ത് 5 തരം ഫോറസ്റ്റാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ടൈഗറിൻ്റെ എപ്പോഴൊക്കെ കാണാൻ ഒരുപാട് റയർ വരാൻ കാരണം. ഈ 5 തരം ഫോറസ്റ്റ് നമ്മൾ ചേർത്തിട്ട് പറഞ്ഞതാണ് ഈ മോയസ്റ്റ് ഡിസിഡിയസ് ഫോറസ്റ്റ്. മോയസ്റ്റ് ഡിസിഡിയസ് ഫോറസ്റ്റിലാണ് നമ്മൾ ഇതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലതരം ഫോറസ്റ്റ് പോയിട്ടുണ്ടാവും, ഇത് മോയസ്റ്റ് ഡിസിഡിയസ് ഫോറസ്റ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടൈഗർ ഡിസിഡിയസ് ഫോറസ്റ്റാണ്. എവർഗ്രീൻ ഫോറസ്റ്റ് പറയുമ്പോൾ നിത്യഹരിതവനം. രണ്ടാമത്തത് എവർഗ്രീൻ ഫോറസ്റ്റിലെ മരങ്ങൾ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി ഭയങ്കര ഹൈറ്റിലേക്ക് പോയിരിക്കും. മൂന്നാമത് എവർഗ്രീൻ ഫോറസ്റ്റിനകത്ത് മഴവെള്ളം തങ്ങില്ല, മഴവെള്ളം നിൽക്കില്ല. അതിനകത്ത് എവർഗ്രീൻ ഫോറസ്റ്റിനകത്ത് ഒരിക്കലും ഗ്രാസ് മുളയ്ക്കില്ല, പുല്ല് മുളയ്ക്കില്ല. എനി ടൈം അത് മണ്ണിൽ തന്നെ ഉണ്ടാവും. ഇതേമാതിരി പുല്ല് വരില്ല എവർഗ്രീൻ ഫോറസ്റ്റിനകത്ത്. അതൊരു പ്രത്യേകതയാണ്. ഈ എവർഗ്രീൻ ഫോറസ്റ്റിനകത്ത് കൂടുതലും സ്റ്റേ ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ആമ, കിൻകോബ്ര, പാമ്പ്. ഇവർക്കൊക്കെ ഒരുപാട് ഫേവറേറ്റ് ഉള്ള സ്ഥലമാണ്. എനി ടൈം കൂൾ ചെയ്യുന്ന സ്ഥലമാണ്. പേടിക്കൊന്നും വേണ്ട, പെണ്ണ കാലൊക്കെ കയറിയിട്ടുണ്ടാവും. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇതാണ്, ഒരു നല്ല കൂളിംഗ് ഉള്ള പ്ലേസ്. ഈ സ്ഥലം ഇത് കണ്ടോ, ആനേന്റെ പറഞ്ഞു